ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബിൾ കാർണിവൽ. അപ്പോൾ നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ ഹീറോ അവരുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കണ്ടപാടെ തന്നെ ഇവിടെ ഇരുന്നവരെല്ലാവരും ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ ഹീറോ, നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ കടന്ന് ബഹളം വെക്കുന്നത്? ഞങ്ങൾ രണ്ടാളും വന്നത് നിങ്ങളുടെ കൂടി ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇവളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി മാത്രം വന്നതാന്ന് പറഞ്ഞിട്ട് ഒരു CCTV ഫുട്ടേജ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹീറോയിൻ അവളുടെ അനിയത്തെ തള്ളി വിട്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾക്ക് അബോഷനായെന്ന് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ CCTV ഫുട്ടേജിൽ കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അവൾ മനഃപൂർവ്വം പോയി വീണതായിട്ടാണ് ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആരും തന്നെ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. മാത്രമല്ല നമ്മുടെ ഹീറോയിൻ്റെ അനിയത്തിയാണെങ്കിൽ ഇവൾ എന്നെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് വന്നതാണെന്നും ഇവരുടെ തെറ്റ് മറച്ചു വെക്കാനായിട്ട് കള്ള വീഡിയോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് ആ ബോയ് ഫ്രണ്ടിനൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സമയം അവനാണെങ്കിൽ എന്നെ കുഞ്ഞിനെയും കൊന്നത് പോരാഞ്ഞിട്ട് ഇനി എന്ത് തെളിയിക്കണം ഇവിടെ വന്നിരിക്കുന്നത്, മര്യാദയ്ക്ക് ഇറങ്ങി പോകാനായിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ നിർന്നിട്ടില്ല. ഇനിയും എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ നിന്നെ വിശ്വസിപ്പിച്ചെന്നത്? പക്ഷേ ഞാൻ നിനക്കിപ്പോൾ ഒരു കോൾ റെക്കോർഡ് കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു കോൾ റെക്കോർഡ് കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിലാണെങ്കിൽ ഈ പെൺകുട്ടിയുടെ അമ്മയും ഒരു ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്ന ഒരു കോൾ റെക്കോർഡായിരുന്നു കേട്ടോ. അവളുടെ അമ്മയാണെങ്കിൽ എൻ്റെ മകള് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളൊരു കള്ള ഡീറ്റെയിൽസ് നിങ്ങളെനിക്ക് ഉണ്ടാക്കി തരണമെന്നും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും അത് അബോഷനായി എന്ന് പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു റെക്കോർഡായിരുന്നു കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് ആ അമ്മയാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഇത് കള്ളത്തരാ, എൻ്റെ സൗണ്ടുള്ള വേറെ ആരോ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിച്ചതാ, അല്ലാതെ ഞാൻ ഇങ്ങനെയൊന്നും ആരോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സംസാരിച്ച ഡോക്ടർ ഇവിടേക്ക് വന്നിട്ട് എന്നെ ഇവർ നിർബന്ധിച്ച് പൈസ തന്ന് ചെയ്യിപ്പിച്ചതാണെന്നും പണം തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് സമ്മതിച്ചതാണ്. ഇതിപ്പോൾ നടന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായി എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ പിന്നെയും ഇയാൾ കള്ളം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ആ സമയം ആ ഡോക്ടറാണെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇവർ എനിക്ക് പൈസ അയച്ചു തന്ന ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതോടുകൂടെ കള്ളം പൊക്കി എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല ആ പൈസ അയച്ചതിൻ്റെ എന്തോ ഒരു കോപ്പിയൊക്കെ അയാൾക്കും കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛൻ്റെ കയ്യിൽ. അയാൾക്കത് കാണുമ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരോട് ഇന്നത്തോടെ ഞാൻ നീ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിട്ടുണ്ട്, ഇനി മെയിലിൽ എൻ്റെ കൺവെട്ടത്തെ നീയോ നിൻ്റെ മോളോ വരരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നുണ്ടായിരുന്നു. ഈ ബോയ് ഫ്രണ്ട് പയ്യനാണെങ്കിൽ അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയാണെങ്കിൽ നീ എന്നെ വിട്ട് പോകരുത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന ലൈഫിൽ നീ എന്നെ വിട്ട് പോകരുതെന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ നീ എന്നെ എന്ത് സ്നേഹിച്ചെന്നാണ് പറയുന്നത്, ഇത്രയും വലിയൊരു കള്ളത്തിന് നീ നിൻ്റെ അമ്മയും കൂടെ പറഞ്ഞില്ലേ, മണ്ടനായി ഞാനത് വിശ്വസിച്ച് ഇത്രയും നാൾ നിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്തു, ഇനി മേലിൽ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഹീറോയിൻ്റെ അനിയത്തിയാണെങ്കിൽ എല്ലാം ഇവള് കാരണം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ അടിക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. ആ സമയം അവിടെ ഹീറോ തടുത്തിട്ട് നീ ഇവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് എന്ത് കാരണത്താല? ശരിക്കും പറഞ്ഞാൽ നിനക്ക് ഇവനോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമല്ല, നിന്റെ ചേച്ചിയോട് പ്രതികാരം ചെയ്യണമെന്നുള്ള ഒറ്റ കാരണത്താലാണ് നീ ഇവനെ സ്നേഹിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബോയ് ഫ്രണ്ട് പയ്യനും 10 വർഷം ഞാനും നിന്റെ ചേച്ചി തമ്മിൽ പ്രണയത്തിലായിരുന്നത്, അതിനിടയിൽ നീ കയറി വന്ന ഞങ്ങളുടെ റിലേഷൻ ഇങ്ങനെയൊക്കെ ആയത്, ഇനി മേലെ നീ എന്നെ കാണരുതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പോരാഞ്ഞിട്ട് നമ്മുടെ ഹീറോയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് ഈ പയ്യൻ ബോയ് ഫ്രണ്ട് പോയിട്ട് എന്നോട് നീ ക്ഷമിക്കണമെന്നും എനിക്ക് തെറ്റുപറ്റി പോയതാണ്, നീ എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നിട്ട് നിന്റെ ലൈഫിലേക്ക് നീ എന്നെ പിന്നെയും വിളിക്കണം, ഞാൻ ഇനി ഒരു തെറ്റിന് പോകത്തില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവളാണെങ്കിൽ എന്തായാലും നമുക്കിടയിൽ നടന്നു, തീർന്നത് തന്നെയാണ്, അത് കാരണം നീ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൻ പിന്നെയും അവളുടെ കയ്യിൽ പിടിച്ച് നിർബന്ധിക്കുന്നത് കണ്ടപ്പോൾ ഹീറോ ആണെങ്കിൽ നിന്റെ ലൈഫ് ശരിയാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ കള്ളത്തരമൊക്കെ പൊളിച്ചെന്നത്, എന്നിട്ട് നീ വന്ന് എൻ്റെ ലൈഫിൽ തകർക്കാനായിട്ട് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ കേട്ടിട്ട് ആ ബോയ് ഫ്രണ്ട് പയ്യൻ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോയെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയം ഹീറോയിൻ ആണെങ്കിൽ നീ കരഞ്ഞോ, നിന്റെ വിഷമം മുഴുവൻ കരഞ്ഞു തീർക്കുന്നത് തന്നെയാണ് നല്ലത്, മനസ്സിൽ ഒതുക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വിഷമവും ഒരിക്കലും തീർത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ ഞാൻ കുഞ്ഞായിരുന്ന സമയം തൊട്ടേ, അല്ലെങ്കിൽ എൻ്റെ അമ്മ മരിച്ചത് മുതൽ എൻ്റെ എല്ലാമായിരുന്നു അവൻ, എൻ്റെ എല്ലാ കാര്യത്തിലും അവൻ മാത്രമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ അവൻ എന്നെ വിട്ടിട്ട് പിരിഞ്ഞു പോകുന്നത് ഓർക്കുമ്പോൾ എന്തോ മനസ്സിനകത്ത് ചെറിയൊരു വിഷമം തോന്നുന്നു പറഞ്ഞിട്ടായിരുന്നു അവൾ കരഞ്ഞിരുന്നത്. എന്തായാലും കരഞ്ഞൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനും കൂട്ടിയിട്ട് അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് അവൾ സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഹീറോ ആണെങ്കിൽ പിന്നെയും അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നമ്മുടെ കല്യാണക്കാരി ഇങ്ങനെ മറച്ചു വെക്കുന്നത്, എല്ലാവരോടൊന്ന് പറഞ്ഞാലോ, അത് ഇനിയും മറച്ചു വെക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന സമയം ഹീറോയിനാണെങ്കിൽ ഇനിയും അതിന് സമയമായിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ ഹീറോ അവൻ്റെ നെഞ്ചിൽ കൈവച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഇവളാണെങ്കിൽ എന്തേ നിനക്ക് വല്ല പെയിൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നീ പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് ചെറുതായിട്ട് വേദനിച്ചു എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ വേദന മാറ്റാനായിട്ട് അവൾ അവനൊരു കിസ്സും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവരുടെ ലൈഫ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു.
അങ്ങനെ അന്നേ ദിവസം അവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുന്നുമുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയുടെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് അവൻ്റെ കുറച്ച് സ്വത്തുക്കളൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ പേരിലേക്ക് ആക്കി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ അവൾ എനിക്കിതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല, എൻ്റെ അമ്മ ആദ്യമൊന്നും വലിയ സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്ന ഒരാളല്ല, കുറച്ച് കഴിയുമ്പോൾ സ്വത്തുക്കളൊക്കെ വന്നതിന് ശേഷമാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. അത് കാരണം തന്നെ എനിക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന കാശും സ്വത്തുക്കൾ മാത്രം മതിയെന്നും ഇപ്പം നീ തന്നത് ഞാൻ നിനക്ക് തിരിച്ചു തരുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഇവളെ കണ്ടിട്ട് ആകെ അതിശയത്തോടെ ഇരിക്കുന്നുണ്ട്. പോകുന്ന നേരം അവനാണെങ്കിൽ ഞാനിന്ന് ഈവനിങ് വരാൻ കുറച്ചധികം ലേറ്റ് ആവും, നീ സേഫ് ആയിട്ട് അവിടെ ഇരിക്കുന്നു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവളൊരു സൈക്കിളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാറിൽ കൊണ്ടുവന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അതായത് ആ കാറിൽ ഒന്ന് ചെറിയൊരു പോറൽ അവൾ വരുത്തുന്നുണ്ടായിരുന്നു. കാറിന് ഡ്രൈവർ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഹീറോയിനോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ടായിരുന്നു. എത്ര വിവരം ഉണ്ടായിട്ടാണ് നീ ഈ കാറിൽ കൊണ്ടുവന്ന് ഇങ്ങനെ സൈക്കിൾ കൊണ്ട് ഇരിക്കുന്നത്? മര്യാദയ്ക്ക് ഞങ്ങൾക്ക് നിങ്ങൾ നഷ്ടപരിഹാരം തരണമെന്നും ഈ കാർ ഇവിടെ എങ്ങും ഉള്ളതല്ല, നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്, അത് കാരണം തന്നെ ഇത് നല്ല കാശ് വരും, നീ പെട്ടെന്ന് തരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇതിന് ആവശ്യമായിട്ടുള്ള ഇത്രയും വലിയ കാശൊന്നും ഉണ്ടാവത്തില്ല എന്നും വേണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എനിക്ക് സമയം തന്നാൽ ഞാൻ കാശ് അങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ പുറത്ത് നടക്കുന്ന ബഹളം കേട്ടിട്ടായിരുന്നു പുറകിലിരുന്ന ആൾ ഗ്ലാസ് താഴ്ത്തുന്നത്. അതായിരുന്നത് നമ്മുടെ മറ്റേ വിഹാൻ എന്ന് പറഞ്ഞില്ലേ, അവനായിരുന്നു കേട്ടോ. അതായത് ഇപ്പം ഈ ചൂടായിക്കൊണ്ട് നിൽക്കുന്നത് അവൻ്റെ ഡ്രൈവറായിരുന്നു. നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഞാൻ അറിയാതെ ചെയ്തതാണെന്നും നീ വേണമെങ്കിൽ ഇതിന് എത്രയാവുമെന്ന് പറഞ്ഞാൽ ഞാൻ തരാമെന്നും പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ ആ സാരമില്ല, നീ തന്നെയാണല്ലോ, കുഴപ്പമില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ പിന്നെയും അത് വേണ്ട, ഇത്രയും വില കൂടിയ കാറല്ലേ, ഞാൻ കാരണമല്ല ഇങ്ങനെ സംഭവിച്ചത്, ഞാൻ പൈസ തരാമെന്ന് പറയുമ്പോൾ അവനും തിരിച്ച് മറുത്തൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അന്നേരം തന്നെ അവൾ പക്ഷേ നീ പറയുന്ന ആ റേറ്റൊന്നും എനിക്ക് തരാനായിട്ട് പറ്റില്ല, അത് കാരണം എനിക്കും കൂടെ തരാൻ കഴിയുന്നൊരു റേറ്റ് അവനോട് പറയാനായിട്ട് പറയുമ്പോൾ അവന് റേറ്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്നെയും കുറവായിരുന്നു അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ. അത് കാരണം കയ്യിലുള്ളത് അവൻ അയച്ചു കൊടുത്തിട്ട് ബാക്കി നീ എവിടെ കാണുമെന്ന് പറഞ്ഞാൽ മതി, ഞാനത് 2 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവനോട് ചാറ്റയൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ കാശ് അവന് കൊടുക്കണമെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, ഹീറോയോട് ചോദിച്ചാലെന്ന് പറഞ്ഞിട്ട് അവന് കോൾ ചെയ്യാനായിട്ട് വരുന്ന സമയത്തായിരുന്നു അവളൊരു കാര്യം ഓർത്തത്. കുറച്ച് മുന്നേ അല്ലേ എനിക്ക് അവൻ്റെ ഒരു സ്വത്തുക്കൾ വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ വലിയ കാര്യത്തിൽ ഇറങ്ങിപ്പോകുന്നത്, എന്നിട്ട് ഇപ്പോൾ വിളിച്ചിട്ട് പൈസ ചോദിക്കുന്നത് എന്ത് നാണക്കേടാ, അത് കാരണം അത് വേണ്ട, എവിടെയെങ്കിലും ഒരു പാർട്ട് ടൈം ജോബ് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളൊരു ഹോട്ടലിൽ പാർട്ട് ടൈം ജോബ് നോക്കി അവിടേക്ക് ജോലിക്ക് കയറുന്നുണ്ടായിരുന്നു. അവളങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു സെറ്റപ്പായിരുന്നു കേട്ടോ. അവൾ അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോ അവളെ കോൾ ചെയ്തിട്ട് നീ എന്താ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാനിതാ ഇപ്പോൾ വരും, ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ട് അവരോടൊക്കെ ഒന്ന് സംസാരിക്കുക, ഞാൻ ഇച്ചിരി ലേറ്റ് ആവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾ റൂമിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോ അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഉടനെ ഇവളാണെങ്കിൽ എന്നെ അവൻ ഫോളോ ചെയ്ത് ഇവിടെയും വന്നോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൺമുന്നിൽ പെടാതെ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ അനിയത്തിയെ നീ ആ കാണുന്ന റൂമിൽ ഒരാൾ പിടിച്ചുകൊണ്ട് പോയിരിക്കുക, നീ എൻ്റെ കൂടെ നിൽക്കണം പ്ലീസ്, നീ ഒരു സ്റ്റാഫ് അല്ലേ ഇവിടുത്തത്, അത് കാരണം തന്നെ നിനക്ക് ആ റൂമിലേക്ക് കയറാനായിട്ടുള്ള പെർമിഷൻ കാണുമല്ലോ, എൻ്റെ അനിയത്തി സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിൻ ആദ്യമൊന്നും സമ്മതിച്ചില്ലെങ്കിലും പിന്നെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവളുടെ ആ കാർഡ് വെച്ചിട്ട് റൂം അൺലോക്ക് ചെയ്ത് അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. കയറുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോ അതിനകത്ത് നിന്നിരുന്നത്. ഇവളാകെ അതിശയിച്ചു പോയി. ആ സമയം കൂടെ വന്ന അയാളാണെങ്കിൽ ഒരു റിപ്പോർട്ടറായിരുന്നു. അയാൾ നിന്ന് കുറേ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഹീറോയിനെ മനസ്സിലാകാതെ ഹീറോ ഓടി വന്നിട്ട് പിടിച്ച് ചവരോട് ചേർത്ത് നിർത്തുന്നുണ്ടായിരുന്നു. അന്നേരം ബാത്റൂമിൽ നിന്നിട്ട് ഒരു പെൺകുട്ടി ഇറങ്ങി വരുന്നുണ്ട്. അവളൊരു സെലിബ്രിറ്റിയാണ് കേട്ടോ. അവളുടെ എന്തോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ റിപ്പോർട്ടർ ഇങ്ങനെ അഭിനയിച്ച് വന്നിരുന്നത്. എന്തായാലും നമ്മുടെ ഹീറോയിനാണ് ഇതെന്ന് അറിയാതെ ഹീറോ അങ്ങനെ ചെയ്തും പോയി. കുറച്ച് കഴിയുമ്പോഴാണ് അവൻ ഇവളതാണെന്ന് മനസ്സിലാവുന്നത്. അന്നേരം തന്നെ ആ പുറകിൽ നിൽക്കുന്ന ആ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ അവളെ വിടരുത്, ഞാൻ ഇപ്പോൾ പോലീസിന് വിളിക്കാം, നമുക്ക് അവളെ പിടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അലയ്ക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ ആകെ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലുമായിരുന്നു. ഇവനാണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഇവളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ഹീറോയിനാണെങ്കിൽ എനിക്കിതിൽ കൂടുതലൊന്നും കേൾക്കണ്ട, ഞാൻ റിപ്പോർട്ടറായിട്ട് വന്നതല്ലേ, അത് കാരണം എനിക്കിതിൽ നിന്ന് കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ആ സെലിബ്രിറ്റി പെൺകുട്ടി പെട്ടെന്ന് വന്നിട്ട് അവളെ വിടരുത്, ഞാൻ പോലീസിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പം നമുക്ക് അവളെ പിടിച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ ഇവളാണെങ്കിൽ പുറത്തുള്ള സ്റ്റാഫിനെ എല്ലാവരും വിളിച്ചിട്ട് ഇവളെ പുറത്താക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 സ്റ്റാഫ് കയറി വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഇപ്പം നിങ്ങളുടെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയം ഹീറോ പിന്നെ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ എനിക്ക് നിൻ്റെ ഈ കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ഒരു ആവശ്യമില്ല, ഇതൊന്നും കേട്ടിട്ട് എനിക്കൊരു പ്രയോജനമില്ല, നീ നിൻ്റെ ജീവിതമല്ലേ നോക്കുന്നത്, അതിൽ ഞാൻ എന്ത് പറയാനാണ്, പലതവണയായിട്ട് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നാളൊരു സമയം എന്നെക്കാട്ടിൽ നല്ലൊരു പെൺകുട്ടിയെ കാണുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടാന്ന് തോന്നുമെന്ന്, അത്രയേ ഉള്ളൂ, ഇപ്പം എനിക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് വിഷമത്തോടെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവളെ ആ ഒരു അനിയത്തിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയൊരു പയ്യനില്ലേ, അവൻ കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അവനാണെങ്കിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും നിങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവളാണെങ്കിൽ അത് സാരമില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇപ്പോൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് അവൾ നേരെ ആ വിഹാനെ വിളിച്ചിട്ട് നിനക്ക് തരാനുള്ള കാശ് ശരിയായിട്ടുണ്ടെന്നും ഞാൻ എവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ മതി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ ഒരു ഹോട്ടലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് പോയിട്ട് കിടക്കുന്ന സമയത്ത് അവൾ ഒരുപാട് സങ്കടത്തോടെയാണ് കടന്നിരുന്നത്. ഇന്നേ ദിവസം രാത്രി ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു പോയി. എൻ്റെ അമ്മേ, നിങ്ങൾ പോയപ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകായിരുന്നില്ലേ? എന്തിനാ ഇത്രയും കപട സ്നേഹികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് എന്നെ വിട്ടിട്ട് ഒറ്റയ്ക്ക് അങ്ങ് പോയെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. എന്തായാലും പിറ്റേ ദിവസം അവന് പണം കൊടുക്കാനായിട്ട് ആ ഹോട്ടലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് അവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവൾ ഡോർ തുറക്കുന്നുണ്ട്. അകത്തേക്ക് കയറി കാശ് കൊടുക്കുമ്പോൾ അവൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ തൊട്ട് പുറകിൽ നമ്മുടെ ഹീറോയും ആ സെലിബ്രിറ്റി പെൺകുട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുന്നതാണ് അവൾ കാണുന്നത്. ബഹളം വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ അത് ശ്രദ്ധിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ കാര്യം നീ അങ്ങ് വിട്ടേക്ക്, അവർ ചെറുപ്പം മുതലേ ഇഷ്ടത്തിലായവരാ, അന്ന് മുതലേ ഈ വഴക്കുകൾ തന്നെയാ, അത് നീ വലിയ കാര്യമാക്കണ്ടെന്നൊക്കെ അവളോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോ പറയുന്ന കാര്യമാണെങ്കിൽ നിന്റെ സ്നേഹം എനിക്കിപ്പോൾ ഒട്ടും അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല എന്നും, കാരണം എനിക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നൊക്കെ അവളോട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവൾ ആകെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പുറകെ നിന്ന് നമ്മുടെ ഹീറോയും ഓടി പോകുന്നുണ്ട്. എന്തായാലും ഹീറോയിൻ നേരെ പോയിട്ട് അവൻ്റെ വീട്ടിലേക്ക് പോയി അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഹീറോ എടുത്തു കൊടുത്തൊരു ഡ്രസ്സില്ലേ, അതിങ്ങനെ നോക്കിയിട്ട് അതുകൂടെ എടുത്താലോ എന്ന് ഓർക്കുമ്പോൾ അവത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും അവൻ്റെ ഓർമ്മയായിരിക്കും. അത് കാരണം അത് വേണ്ട, ഇവിടെ ഇട്ടിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രസ്സ് മാത്രം എടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ കറക്റ്റ് സമയം അവിടേക്ക് വന്നിരുന്നത്. എന്നിട്ട് വന്ന് അവളോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലൊന്നുമല്ല, ഞങ്ങൾ ചെറിയ പ്രായത്തിലായിരുന്നപ്പോഴെപ്പോഴോ അവൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനും കുഞ്ഞായിരുന്നതുകൊണ്ട് എപ്പോഴോ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ മനസ്സിൽ പോലും അവളില്ല. ഇപ്പോൾ അവൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടന്നാൽ എനിക്ക് എങ്ങനെയാണ് പറ്റുന്നത്? ഞാൻ സ്നേഹിക്കുന്ന നിന്നെയാണ്, നീ എന്നൊന്ന് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ ഹീറോയിനാണെങ്കിൽ ഇനി എത്ര കള്ളത്തിലാണ് നീ എന്നോട് പറയാനായിട്ടിരിക്കുന്നത്? നിനക്കറിയാലോ ഇതിങ്ങനെയൊക്കെയേ വരത്തുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞത്. നാളൊരു സമയം നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ആരാകും അവിടെ? എല്ലാവരുടെ മുന്നിൽ ഞാനൊരു വൃത്തികെട്ടവളാവത്തില്ലേ? മാത്രമല്ല, നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചിരുന്നത്? ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്നോ? ഞാൻ ബ്രേക്കപ്പായിട്ട് തകർന്നിരുന്ന സമയത്തായിരുന്നു നിന്നെ കണ്ടത്. അത് കാരണം എല്ലാം മറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു നിന്നെ സ്നേഹിച്ചതായിട്ട് ഞാൻ നടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ നീ എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ ഇന്നെന്നല്ല ഒരിക്കലും ഞാൻ നിന്നെ സ്നേഹിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അവൻ അവളെ പിന്നെയും പിടിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. അന്നേരം അവന് ഒരു അടി അവൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് വെറുത്തു എന്നും, മാത്രമല്ല ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെയാണ്, ഇനി ഒരിക്കലും നീ എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സങ്കടങ്ങളെല്ലാം തീർക്കാനായിട്ട് നമ്മുടെ ഹീറോ അന്നേ ദിവസം രാത്രി നേരെ ഒരു ബാറിലേക്ക് പോയിട്ട് മദ്യപിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് അവിടെ ആ സെലിബ്രിറ്റി പെൺകുട്ടിയുടെ അനിയൻ, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. അതായത് ഈ വിഹാൻ എന്ന് പറയുന്നത് ഈ സെലിബ്രിറ്റി പെൺകുട്ടിയുടെ അനിയനായിരുന്നു കേട്ടോ. അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് വന്നിട്ട് ഹീറോയോട് നീ എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്, നമുക്ക് വീട്ടിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ബോധമില്ലാതിരിക്കുവാണല്ലോ. ഹീറോയിനാണ് അതെന്ന് വിചാരിച്ചിട്ട് നീ എന്തിനാ എന്നെ വിട്ടിട്ട് പോയത്, ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവുമില്ല, നീ എന്നൊന്ന് മനസ്സിലാക്കുന്ന പറയുമ്പോൾ അവളാണെങ്കിൽ നീ എന്താ ഈ പറയുന്നത് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരമാണ് ഈ പെൺകുട്ടിയാണെന്ന് അവന് മനസ്സിലാവുന്നത്. നീ എന്തിനാ എൻ്റെ അടുത്തേക്ക് വന്നത്? നീ കാരണം എൻ്റെ ഭാര്യ ഇപ്പം എന്നെ വിട്ട് പോയത്. ഞാൻ അവളെ അല്ലാതെ ഈ ലോകത്ത് ആരെയും ഞാൻ സ്നേഹിക്കത്തില്ല എന്നും എനിക്ക് അവൾ മാത്രം മതിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഉള്ള ദേഷ്യം കുറച്ചുകൂടെ കൂടിയിട്ട് എനിക്ക് കിട്ടാത്ത നിന്നെ വേറൊരുത്തിക്കും കിട്ടരുതെന്ന് പറഞ്ഞിട്ട് ആ വിഹാനോട് നമുക്ക് അവളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം തന്നെ ഈ വിഹാൻ എന്ന് പറഞ്ഞ ആ ചെക്കനും ചേച്ചി എന്തുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അതിന് കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അന്നേ ദിവസം ഈ വിഹാനാണെങ്കിൽ വേറൊരു പുറത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊരു മോശമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ മദ്യപിച്ചിട്ട് നമ്മുടെ ഹീറോയിനോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിരുന്നു. അവിടേക്ക് ഈ വിഹാൻ വന്നിട്ട് നമ്മുടെ ഹീറോയിനെ രക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളോട് നമുക്കിന്ന് ഒന്നിച്ചിരുന്ന് മദ്യപിക്കാമെന്ന് ചോദിക്കുമ്പോൾ അവൾ അതിന് യെസ് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിന് ബോധം പോയിട്ട് നീ എന്തിനാ എന്നെ വിട്ട് പോയത്, ഞാൻ തന്നെ എന്തുമാത്രം സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞ് പുലമ്പുന്നുണ്ടായിരുന്നു. അന്നേരം ഈ വിഹാൻ നീ അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവളും ഒരുപാട് സ്നേഹിച്ചിരുന്നു, എന്നെക്കാളിലേറെ. എന്നിട്ട് ഇപ്പം എന്തായി, അവന് വേറൊരു പെൺകുട്ടിയായിട്ട് റിലേഷനായി നീ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും കുടിച്ച് ബോധമില്ലാതെ അവളുടെ ബോധമെല്ലാം പോയെന്ന് മനസ്സിലായപ്പോൾ ഇവളെ തൂക്കിയെടുത്തുകൊണ്ട് നേരെ ഒരു ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് ഇവന് വേറെന്തോ ഒരു പ്ലാനിങ് ആയിരുന്നു. അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇവളുടെ അടുത്തേക്ക് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ എഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ ഡ്രസ്സൊക്കെ മാറിയിരുന്നു. അതായത് വേറെ ഡ്രസ്സൊക്കെ ആയിരുന്നു അവൾ ഇട്ടിരുന്നത്. എഴുന്നേറ്റിരുന്നിട്ട് ആ വിഹാനോട് നീ എന്നെ എന്താടാ ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗ്ലാസ് എടുത്ത് എറിയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ എന്താ ഞാൻ ചെയ്തെന്നുള്ളത് നീ എന്നൊരു ആലോചിച്ച് നോക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇവളോട് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാനായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അവൻ്റെ ദേഹത്തേക്ക് വോമിറ്റ് ചെയ്തിരുന്നു. ഇവളെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണെങ്കിൽ അവൾ അവിടെയും പോയിട്ട് വോമിറ്റ് ചെയ്തിരുന്നു. എങ്ങനെയൊക്കെ നോക്കിയിട്ടും അവളോട് അവൻ്റെ പരിപാടി ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ്
അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫായിരുന്ന പെൺകുട്ടികളെയൊക്കെ വിളിച്ചിട്ടായിരുന്നു ഇവളെ ഒരു വിധത്തിലൊന്ന് അടക്കി നിർത്തിയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിപ്പിച്ചത്. ഇവളെന്തായാലും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവിടെ ഒന്ന് ഇറങ്ങി പോകാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് വെച്ച് ഡോറ് തുറന്ന് കുറേ റിപ്പോർട്ടേഴ്സൊക്കെ കയറി വന്നിരുന്നത്. ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന സമയം ഈ വിഹാൻ ഓടിപ്പോയിട്ട് ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നമ്മുടെ ഹീറോയിൻ്റെ മുഖമെല്ലാം മൂടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ മുഖമൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും എന്തായാലും ആ വാർത്ത സോഷ്യൽ മീഡിയയിലും എല്ലാത്തിലും പടർന്ന് പന്തലിച്ചിരുന്നു കേട്ടോ. അങ്ങനെ അത് നമ്മുടെ ഹീറോയിൻ കാണുവാണ്. അതായത് ഹീറോയുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണല്ലോ ഇപ്പം നമ്മുടെ ഹീറോയിൻ. അപ്പോൾ അവളെ വേറൊരു പയ്യൻ്റെ കൂടെ ഹോട്ടൽ റൂമിൽ നിന്ന് പൊക്കിയെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ന്യൂസ് എല്ലായിടവും പരന്നിരുന്നത്. ഹീറോ അത് കണ്ടിട്ട് ആകെ ഷോക്കായിട്ട് ഇരിക്കുന്നുമുണ്ട്. അതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.